കഴിഞ്ഞ ദിവസം എത്ര പേര് ഈ ഒരു ന്യൂസ് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. അടൂരിൽ 31 വയസ്സുകാരിയായ ഷഹാനയുടെ ദുരൂഹ മരണം. സി, ഈ ഒരു വാർത്തയിൽ ഒരു വ്യക്തി, ഓക്കെ, ഈ 31 വയസ്സുകാരിയായ ഷഹാനയായിട്ട് കുറച്ചു കാലമായിട്ട് ബന്ധത്തിലായിരുന്നു. ആ വ്യക്തി ഒരു ഹിന്ദുവാണ്, ഷഹാന മുസ്ലിമാണ്. ഇതേ വിഷയം നേരെ തിരിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ജനൻ ടി വി അടക്കം കർമ്മ ന്യൂസ് ചാനൽ അടക്കം ഒരുപാട് സംഘപരിവാർ ഹാൻഡിലുകളിൽ ഇതെന്താവും, ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കറങ്ങി നടക്കും. കാരണം ഈ ഒരു കുട്ടിയുടെ ഷഹാനയുടെ മരണത്തിലടക്കം അവരുടെ ഫാമിലിക്ക് ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഈ കുട്ടിയെ ഈ ഒരു അവസ്ഥയിലേക്ക് പ്രേരിപ്പിച്ച് വിട്ട വ്യക്തി മതപരിവർത്തനത്തിന് വേണ്ടി നിർബന്ധിപ്പിച്ചു എന്നുള്ളൊരു ഫാക്ടർ കൂടിയുണ്ട്. ഓക്കെ, അപ്പം അത് ഇനിയിപ്പോൾ എങ്ങനെ പറയും? ലവ് കുരുക്ഷേത്ര എന്ന് പറയൂ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക. ഇത് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അതിൽ ചർച്ചകളില്ല. ഒരു മുസ്ലിം യുവാവ് ഒരു ഹിന്ദു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സ്ത്രീയെ പ്രേമിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു റിലേഷനിലായിട്ട് അതിലൊരു ഇൻസിഡൻറ്റ് നടന്നാൽ നേരെ അത് കൊണ്ടുപോയി ലവ് ജിഹാദിലിടും. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ലവ് ജിഹാദോ ലവ് കുരുക്ഷേത്രമോ ഒന്നും അല്ല. ഇത് രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയത്തിലാവുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ റിലേഷനിലാവുമ്പോൾ അത് ഹെൽത്തി അല്ലാതാവുന്ന ഒരു സിറ്റുവേഷനിൽ ആരും ഇടപെടാനില്ലാത്ത ഒരു അവസ്ഥയിൽ മനുഷ്യന്മാർ തമ്മിൽ ക്രൂരരാവുന്നതാണ്. നോ ആക്സെപ്റ്റ് ചെയ്യാനും നോ പറയാനും പറ്റാത്ത അവസ്ഥയിൽ മനുഷ്യന്മാർ ചെന്നെത്തുന്നത് ഇതുപോലുള്ള അവസ്ഥയിലാണ്. ഒന്നില്ലെങ്കിൽ സ്വയം ഒടുങ്ങും, അല്ലെങ്കിൽ വേറൊരാൾ മറ്റൊരാളെ തീർത്ത് കളയും. ഓക്കെ, അതിലേക്ക് നിങ്ങൾ വീണ്ടും കൊണ്ടുവന്ന് ഈ മതം ഇട്ട് ഉരുട്ടി തിരിച്ച് കഴിയുമ്പോൾ അത് കുറച്ച് പേരുടെ മതപരമായിട്ടുള്ള ബിസിനസ് ലാഭത്തിന് വേണ്ടിയിട്ട് അവർ അങ്ങോട്ട് യൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം ഈ വിഷയം കുറച്ചധികം കാര്യങ്ങൾ ഇതിൽ സംസാരിക്കാനുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ ന്യൂസ് ആരും കണ്ടിട്ടില്ല എന്നാണെങ്കിൽ ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഈ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത്. പത്തനംതിട്ട അടൂർ ഏഴംകുളം സ്വദേശിനി 29-കാരി ഷഹ്നയുടെ മരണത്തിന് ഉത്തരവാദി ആൺസുഹൃത്ത് പറക്കോട് സ്വദേശി 34-കാരൻ അരുൺകുമാറാണെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായി. കഴിഞ്ഞ തിങ്കളാഴ്ച അടൂർ കോട്ടമുകളിൽ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഷഹ്നയെ കണ്ടെത്തിയത്. സംഭവ സമയം ആൺസുഹൃത്ത് അരുൺകുമാർ ഈ വീട്ടിലുണ്ടായിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അരുൺകുമാറിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവ സ്ഥലത്ത് നിന്നും കസ്റ്റഡിയിലെടുത്ത അരുൺകുമാറിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഷഹ്നയുടെ ശരീരത്തും അരുൺകുമാറിന്റെ വസ്ത്രങ്ങളിലും രക്തക്കറകൾ കണ്ടിരുന്നു. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നിന്ന് സയന്റിഫിക് വിദഗ്ധർ, ഫിംഗർ പ്രിന്റ് വിദഗ്ധർ എന്നിവരുടെ സഹായത്തോടെ തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഭർത്താവുമായി പിരിഞ്ഞ് താമസിക്കുകയായിരുന്ന ഷഹ്നയുമായി അരുൺകുമാർ ബന്ധം പുലർത്തിയിരുന്നു. ഷഹ്നയുടെ സ്വകാര്യ വീഡിയോകളും ഫോട്ടോകളും മൊബൈൽ ഫോണിൽ അരുൺകുമാർ പകർത്തിയിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. തന്നെ വിവാഹം കഴിക്കണമെന്നും മതം മാറണമെന്നും അരുൺകുമാർ ഷഹ്നയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി അന്വേഷണ സംഘം വ്യക്തമാക്കി. അരുൺകുമാറിന്റെ സ്വഭാവദൂഷ്യം മനസ്സിലാക്കിയ ഷഹ്ന ഇതിനെ എതിർക്കുകയായിരുന്നു. വിവാഹത്തെ എതിർത്തതിനാൽ അരുൺകുമാർ ഷഹ്നയെ ഉപദ്രവിച്ചിരുന്നു. മൊബൈൽ ഫോണിൽ പകർത്തിയ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും അരുൺകുമാർ ഷഹ്നയെ ഭീഷണിപ്പെടുത്തി. തിങ്കളാഴ്ച വൈകിട്ട് ഇതേ ചൊല്ലി രണ്ടുപേരും തമ്മിൽ വഴക്ക് നടന്നു. തുടർന്നാണ് ഷഹ്നയെ വീട്ടിലെ സ്റ്റെയർകേസിൽ ഷാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് ആണ് പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് കോടതിയിൽ അപേക്ഷ നൽകി ആത്മഹത്യാ പ്രേരണ കുറ്റമാക്കി മാറ്റുകയും അരുൺകുമാറിനെ പ്രതി ചേർക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു വൺ ലൈൻ ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഈ ഏജ് 31 ആട്ടോ, ഇത് ഇവർക്ക് മാറിപ്പോയതാ തോന്നുന്നു 29. ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ വ്യക്തി, ഈ ലേഡി മരണപ്പെടുന്ന ദിവസം ആ വീട്ടിനകത്തുനിന്ന് ഈ അരുൺകുമാർ ദേഹത്തൊക്കെ ചോരയായിട്ട് ഇറങ്ങിപ്പോകുന്നവർ ആ ഒരു വിഷ്വൽ കണ്ടവരുണ്ട്. ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഈ അരുൺകുമാറിൻ്റെ ഒരു ഫോട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടു കാണും. ചിലർക്ക് ന്യൂസ് ഒന്നും എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോയതായിരിക്കാം. ഒരു ഫോട്ടോ ഉണ്ട്. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെക്കുന്നില്ല, അവൻ നിൽക്കുന്ന ഫോട്ടോ മാത്രം വയ്ക്കാം. ആ ഫോട്ടോ എടുത്തതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സ്റ്റെയർ കേസിൻ്റെ മുകളിൽ ഈ ലേഡി തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, സി, ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കുന്ന ഒരു കുട്ടിയുള്ള ഒരു ലേഡി. ഓക്കെ, ബന്ധങ്ങൾ പോവുക അല്ലെങ്കിൽ ബന്ധങ്ങളിലേക്ക് എന്തോ വാട്ടെവർ റിലേഷൻഷിപ്പ്, എക്സ്ട്രാ മാരിറ്റൽ, അല്ലെങ്കിൽ ഒരാൾ, ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, 30 വയസ്സുള്ള ആൾക്കാരാണ്. ഇവർക്കൊക്കെ ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഒക്കെ ഇവർക്കൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പോണതുമാണ്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സിറ്റുവേഷനിൽ ആണ് പെണ്ണിനെയോ പെണ്ണാണിനെയോ ഭീഷണിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നതോ ആയിട്ടുള്ളൊരു അവസ്ഥ വന്നാൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറെന്താ അറിയോ,
ഇവർക്ക് വേറെ കൂട്ടവും കുടുംബക്കാരും നാട്ടുകാരും ആരും ഇല്ലേടി. ഇനി അങ്ങനെ ഇല്ലയെന്ന് വിചാരിച്ചു, ഇനിയിപ്പോൾ പറഞ്ഞ നാണക്കേടോ മാനക്കേടോ പ്രശ്നങ്ങളോ കൊണ്ട് ഇനി ഇവരാരും പറയാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചു? അറ്റ്ലീസ്റ്റ് സ്വയം രക്ഷയ്ക്കോ അല്ലെങ്കിൽ സ്വന്തം ലൈഫിന് വേണ്ടിയിട്ടോ ഇവിടെ പോലീസില്ലേ, നിയമമില്ലേ, കോടതിയില്ലേ, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും പോവില്ല. ഒന്നില്ലെങ്കിൽ സ്വയം ജീവൻ ഒടുക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയും കുത്തിയും ചാവും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും. ഇതാണ് ഇവിടെ നടന്നുകൂടി. അതായത് കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയും, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റണം. ആ ഷെയർ നമ്മൾ ചെയ്യുന്ന ആളുകൾ നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി നമ്മളെ ഏത് സിറ്റുവേഷനിലാണോ അതിൽ നിന്ന് രക്ഷിക്കാനോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു സമാധാനം കിട്ടുന്ന രീതിയിൽ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നമ്മളെ ഒരു രീതിയിൽ സമാധാനിപ്പിക്കാൻ പറ്റുന്ന ആളുകൾ കൂടി ആവണം. അങ്ങനത്തെ റിലേഷൻസും കൂടി നമ്മുടെ ലൈഫിൽ കൊണ്ടു നടക്കണം. പിന്നെ ചില മാതാപിതാക്കളുണ്ട്, ഞാൻ ഇത് കുറ്റം പറയുന്നതല്ല, ഇതിലിപ്പോൾ ഈ ലേഡിയുടെ, ഈ മരണപ്പെട്ട ലേഡിയുടെ ഉമ്മ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അധിക കേസുകളിലും ഇതുപോലെ ഇൻസിഡൻസിൽ മരണം സംഭവിച്ചതിന് ശേഷം പിന്നെ പാരൻസ്, കുടുംബക്കാർ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ വന്ന് പറയുന്നൊരു വേർഷൻ എന്താണെന്ന് അറിയോ? ഞങ്ങൾക്ക് ഓൾറെഡി ഇതറിയാമായിരുന്നു, നമുക്ക് ഓൾറെഡി ഇതിനൊരു സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഇതിൽ എന്തുകൊണ്ട് ആക്ട് ചെയ്യുന്നില്ല? ചില സമയത്ത് ചില സിറ്റുവേഷനിൽ മനുഷ്യന്മാർക്ക് മനസ്സ് തുറക്കാൻ പ്രശ്നം ഉണ്ടാവും. ഉപ്പ ഉമ്മാനോടും ഉമ്മ ഉപ്പാനോടും മാത്രം സംസാരിച്ചിരുന്നൊരു കാര്യമില്ല, ആ മക്കളോട് പോയി സംസാരിക്കണ്ടേ പ്രശ്നത്തിലായേ? ചിലപ്പോൾ ആ മക്കൾ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അടുത്തേക്ക് ഈ നാണക്കേട് മാനക്കേട് അല്ലെങ്കിൽ പ്രശ്നം, അതായത് ഉപ്പാനും ഉമ്മാനെയും മൈൻഡ് അടിക്കാതെയൊക്കെ പോയതായിരിക്കാം, പല റിലേഷൻസും തുടങ്ങിയതായിരിക്കാം. ബട്ട് എൻഡ് ഓഫ് ദ ഡേ സ്വന്തം മക്കളാണ്. എന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവരെ പറഞ്ഞു മനസ്സിലാക്കാം, അല്ലെങ്കിൽ അവരൊരു പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ അവരെ പോയി ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കണ്ടേ? ഇതങ്ങനത്തെ കാര്യങ്ങളൊന്നും കുറേ കേസുകളിൽ നടക്കാറില്ല. എവിടേക്കോ ഒരു അഭിമാന പ്രശ്നത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. ലാസ്റ്റ് ജീവൻ പോകുമ്പോഴായിരിക്കും ഇതൊക്കെ ഓൾറെഡി അറിയാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു വരവ് വരുന്നത്. ഈ വിഷയത്തിൽ തന്നെ ഈ പെൺകുട്ടിയുടെ ഉമ്മ സംസാരിക്കുന്ന കുറച്ച് ക്ലിപ്സ് ഉണ്ട്, അതൊന്ന് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. വിശ്വസിക്കുന്നില്ല, എന്നാലും അവൻ ടോർച്ചറിങ് ആയിരുന്നു കൊച്ചിനെ. ഈ മോള് വീട് വെച്ചപ്പോൾ 1 വർഷമായി. അപ്പം അതിനുശേഷം അവന് ആ വീടും ഒരു ഇതായിട്ടുള്ള അവന് ഇവിടെ വന്ന് കൊച്ചിനുമായിട്ട് കല്യാണം കഴിക്കണമെന്നൊക്കെ ഇതായിരുന്നു. കൊച്ചിനെ ടോർച്ചർ മോൾക്ക് ഇഷ്ടമല്ലായിരുന്നത്. എന്നുവെച്ചാൽ ഭർത്താവ് ഗൾഫിലല്ലേ, അപ്പോൾ അവൾക്ക് അത് താല്പര്യമില്ലായിരുന്നു, മോൾക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ മോള് വീട് വെച്ചതിന് ശേഷം ഇപ്പോൾ ഇയാൾ കൂടുതൽ കൊച്ചിനെ ടോർച്ചിങ്ങും, വീട്ടിൽ വന്ന് കയറിയ ഉടനെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യക്കും. പിന്നെ അവൻ ഭയങ്കര ഇതായിട്ടാണ് സംസാരിക്കുന്നത്, ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു ദിവസവും. അതെനിക്കറിയായിരുന്നു. ഇല്ല, മോൾ അങ്ങനെ എൻ്റെ അടുത്തൊന്നും പറയത്തില്ല. അച്ഛനും കൂടെ മരിച്ചതിന് ശേഷം മോള് ഞാനും മാത്രം. അപ്പോൾ ആ ഒരു ഇതിൽ കുഞ്ഞ് എൻ്റെ അടുത്ത് അങ്ങനെ മാനസികമായിട്ട് പറയത്തില്ല. പക്ഷേ എനിക്കത് ഞാൻ പലവട്ടം കേട്ടിട്ടുണ്ട് സംസാരിക്കുന്ന, ഒളിച്ച് മാറി നിന്നൊക്കെ സംസാരിക്കുന്ന ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, എന്തോ മോനെ, എന്തോ മോളെ, എന്തോ വിഷയം. അപ്പോൾ ഇവർ മോള് മുത്തൂറ്റിലായതുകൊണ്ട് അവർ ഈ കസ്റ്റമർ സാലറി കൊടുക്കാതെ വരുമ്പോഴൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാനങ്ങ് വിചാരിക്കും അത് ഒരു പഴയ മുത്തൂറ്റിലല്ലേ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണെന്ന് വിചാരിച്ചു. പിന്നെ ഒരു 3-4 മാസത്തിന് മുമ്പ് എനിക്ക് 3 പെൺപിള്ളേരാണ്. ഏറ്റവും ഇളയതാ മോള്. രണ്ടാമത്തെ മോളുടെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുക. എനിക്ക് അതിനകത്ത് താല്പര്യമില്ല. എനിക്ക് 8 വയസ്സുള്ള ഒരു മോനും എൻ്റെ ഭർത്താവും ഉണ്ട്. ഭർത്താവ് ഇപ്പം പിണങ്ങിയെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വഴക്കായിട്ട് പിണങ്ങിയതില്ല. അതെന്ന് പറഞ്ഞാൽ മരുമോനെന്ന് പറഞ്ഞാൽ ചെലവിനുള്ളവരും അവരുടെ വീടിനെ നിർത്താനും ഒരു താല്പര്യം അച്ഛൻ ഉള്ളപ്പോഴേ ഇല്ല. അപ്പം അന്ന് തൊട്ടേ തള്ളയും കൊച്ചു വന്ന് അച്ഛൻ മരിച്ചപ്പോൾ 3 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുവരെ അച്ഛൻ്റെ ഇതിലായിരുന്നു മോനും. അപ്പം മോക്കിപ്പം ജോലി കിട്ടി 4 വർഷം, അടുത്ത മാസം 4-ാം തീയതി ആകുമ്പോൾ 4 വർഷമാകും. അപ്പം അതിന് മുമ്പ് വരെ പിന്നെ അതിന് ശേഷം അച്ഛനായിരുന്നു കുഞ്ഞിനെ നോക്കുക. അപ്പോഴും ഈ അച്ഛൻ മോന് ചെലവിന് കൊടുക്കുകയോ ഈ കുഞ്ഞിനെ വന്ന് നോക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ മോള് വീട് വെച്ചത്, ഈ പള്ളിയുടെ അപ്പുറം. അപ്പോൾ അവിടെ വീട് വെച്ച്, അപ്പോൾ അത് വിവാഹത്തിന് മുമ്പ് ഇവരെന്തോ ഒരു ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ ആ ഒരു ഇതിലുണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഇതങ്ങ് പോയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഇതായിരിക്കും ഇഷ്യൂ. അത് വലിയ ഇതല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ ആയിക്കഴിഞ്ഞ് മോനും ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മരുമോൻ
അങ്ങനെ ചെലവിന് കൊടുക്കുകയും ഈ അച്ഛവെള്ളപ്പഴി ഈ അവരുടെ വീട്ടിൽ നിർത്താനൊരു അകൽച്ച. അവള് ബികോം ഒക്കെ ലാസ്റ്റ് ചെയ്തത് മോട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അതെല്ലാം അച്ഛനായിരുന്നു. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ പാരന്റ് തന്നെ വളരെ കൃത്യമായിട്ട് മകൾക്ക് ഈ കല്യാണം കഴിപ്പിക്കുന്നതിന് മുമ്പ് ഓക്കെ മേ ബി കോളേജ് സ്കൂൾ ടൈം മുതൽ തന്നെ റിലേഷൻ ഉണ്ടാവാം എന്ന് പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവുമായിട്ടുള്ള അകൽച്ചകളെ കുറിച്ച് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈവൻ ആ ടൈമിലാണെങ്കിൽ പോലും ഈ ലേഡിയെ ഈ ഒരു ജീവൻ ഒടുക്കുന്ന അവസ്ഥയിലേക്ക് തള്ളിവിട്ട അരുൺകുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഹരാസ് ചെയ്യുന്നതും ടോർച്ചർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ഇവർക്കറിയാം. ഇത് സിമിലർ പാറ്റേൺ ആണ് അധിക കേസുകളിലും. ഓൾമോസ്റ്റ് എല്ലാ പാരൻസിനും അല്ലെങ്കിൽ നാട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അറിവ് കാണും. പക്ഷേ ആരും ഒന്നിനും ഇതിനും ആക്ട് ചെയ്യില്ല, ഒന്നിനും റിയാക്ട് ചെയ്യില്ല, ഒന്നിനോടും അവരെന്ത് ചെയ്യില്ല, സംസാരിക്കാനുള്ള ഒരു ഇതുപോലും കാണിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ലാസ്റ്റ് എന്തിനു സംഭവിച്ചാൽ ഇതേപോലെ വന്ന് അവർ പറയും. അപ്പോൾ ഇതിൽ വേറൊരു വിഷയം എന്താ വെച്ചാൽ എനിക്കുള്ള കൺഫ്യൂഷൻസ് ആണ് കേട്ടോ. ഈ ലേഡി മുത്തൂറ്റിലാണ് വർക്ക് ചെയ്യുന്നതാണ് ഈ ഉമ്മ പറയുന്നത്. ഓക്കെ, ഈ മരണപ്പെട്ട ലേഡി 4 വർഷമായിട്ട് അടുപ്പിച്ചാണ് ഇവർ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അവർ ഭർത്താവിൽ നിന്ന് മാറി താമസിക്കുകയാണ്. അപ്പോൾ ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധം അത് ഡെഫിനറ്റ്ലി ഉണ്ട്. അത് ഇവർക്ക് ഒരിക്കലും നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റില്ല. കാരണം ഈ വ്യക്തി ആ വീട്ടിൽ വന്നു പോകുന്നതാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധമാണ്. അതൊക്കെ ഈ ഉമ്മക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. കാരണം ഇല്ലെങ്കിൽ ഉമ്മ അതിങ്ങനെ പറയില്ലല്ലോ, അല്ലെങ്കിൽ അത് സോഫ്റ്റൻ ചെയ്താണ് പറയുന്നത്. ഇല്ലെങ്കിൽ ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ചില വീട്ടുകാർക്ക് അറിയാൻ പാടില്ലാത്ത സീനുകളുണ്ട്. അതായത് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, ഞങ്ങൾ ആരും അറിഞ്ഞില്ല എന്ന് തന്നെ പറയും. പക്ഷേ ഈ ഉമ്മാരുടെ വർത്തമാനത്തിൽ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ വീട് വെച്ചിട്ടുണ്ട്, മേ ബി ലോൺ എടുത്തിട്ടായിരിക്കാം. ബട്ട് സ്റ്റിൽ ഒരു മുത്തൂറ്റ് പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡി ഒരു അത്യാവശ്യം ഒരു 10-20,000 രൂപ അല്ലേ, 25,000 രൂപയ്ക്ക് ശമ്പളത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ 20,000 ശമ്പളമൊക്കെ ഉണ്ടാവുള്ളൂ. 3-4 വർഷം കൊണ്ട് അവരെങ്ങനെ ഒരു വീട് വെച്ച് ഒറ്റയ്ക്കൊരു ഇൻഡിപെൻഡൻറ്റ് വീട് വെച്ച് മാറുന്നു. അപ്പോൾ ഇതിലൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഈ കല്യാണത്തിൽ നിന്ന് ഇവർ മാറി, ഇവരുടെ ആദ്യ ഭർത്താവിൽ നിന്ന് മാറി ഇവർ വീട്ടിൽ വന്ന് താമസിച്ച്, അപ്പോൾ ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ ചങ്ങാതിയും ഇവിടെ വന്നു പോക്കുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബന്ധം മുന്നോട്ട് പോകുന്നു. ഈ റിലേഷനിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നല്ല രീതിയിലിരുന്ന സമയത്ത് പല രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടാവാം. അപ്പോൾ പോലീസുകാർ ഇത് വളരെ വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇതിൻ്റെ ഡിജിറ്റൽ എവിഡൻസുകൾ, ഡിജിറ്റൽ ഡാറ്റാസ്, ഇവരുടെ ഫോണിലുള്ള ചാറ്റ്സ്, ഇവരുടെ കോൾ റെക്കോർഡ്സ്, ഇതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി എന്നും ആ ഇഷ്യൂവിൽ നിന്ന് ഈ ലേഡി ജീവൻ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് ഇത് എങ്ങനെ മാറിപ്പോയി. കാരണം ഈ ഉമ്മ തന്നെ പറയുന്നുണ്ട് മകളുടെ സ്വത്ത് ഇവന് വേണം എന്ന് പറഞ്ഞിട്ട് ഇവൻ കച്ചറ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അവിടെ ഞാൻ പറഞ്ഞത് മുത്തൂറ്റിലൊരു 3-4 വർഷം ജോലി ചെയ്തതുകൊണ്ട് മാത്രം ഇപ്പോൾ എത്ര ലോൺ എടുത്താലും, ഇപ്പോൾ മുത്തൂറ്റിലൊരു 20-25 റുപ്യ സാലറി ഉള്ള ഒരാൾക്ക് ലോൺ എടുക്കാനാണെങ്കിലും ഹൗസിംഗ് ലോൺ ഇപ്പോൾ എത്ര കൊടുക്കും? ഒരാളുടെ സാലറി അനുസരിച്ചിട്ടല്ലേ ഹൗസിംഗ് ലോണിൻ്റെ എമൗണ്ട് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ ഈ വീട് അല്ലെങ്കിൽ ഇങ്ങനെ അയാളുടെ പേർക്ക് വേണമെന്ന് പറഞ്ഞത്? ആ സ്വത്ത് എന്തിനാ അയാൾക്ക് വേണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു? അങ്ങനത്തെ കുറേ അധികം കാര്യങ്ങൾ ഇതിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അറിയില്ല, മേ ബി ഇനിയിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ സാധനങ്ങളൊക്കെ മുന്നോട്ട് നടന്നോട്ടെ. പക്ഷെ ഞാൻ പറയുന്നു, ഒരു ബന്ധം നിർത്തുന്നു, അല്ലെങ്കിൽ ഒരു ബന്ധം നിർത്തിയിട്ട് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് സെപ്പറേറ്റഡ് ആവുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആവും. ഇപ്പോൾ ഇതിൽ സഫർ ചെയ്യുന്നത് ആരാ ഏറ്റവും കൂടുതൽ? ആ കുട്ടിയല്ലേ. 8 വയസ്സോ 9 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ഉമ്മ പോയത് എങ്ങനെ? ഈ പറഞ്ഞ ഉപ്പാനെയായിട്ട്, അതായത് ബയോളജിക്കൽ ഫാദറിനെയായിട്ട് ഇപ്പോഴും ഇവർ ഡിവോഴ്സ്ഡ് അല്ല, ലീഗലി ഡിവോഴ്സ്ഡ് അല്ല. മനസ്സിലായോ? ഇന്നാ ഉമ്മ മരണത്തിന് കാരണമായത് ഉമ്മാൻ്റെ കാമുകൻ. അപ്പം ഇത് ഈ കുട്ടിക്ക് ഉണ്ടാക്കുന്ന ഒരു ടോർച്ചർ. ഇത് ഈ മരണപ്പെട്ടു പോകുന്നവർക്കാണ് മരണപ്പെട്ടു പോയാൽ മതി, അല്ലെങ്കിൽ അവർക്ക് ജീവൻ ഒടുക്കി പോയാൽ മതി. സെപ്പറേറ്റഡ് ആയി പോകുന്നവർക്കും അവർ സെപ്പറേറ്റഡ് ആയിട്ട് പോയാൽ മതി. ഇതൊന്നും സഫർ ചെയ്യുന്ന ഈ കുട്ടികളല്ലേ. അല്ലെങ്കിൽ പിന്നെ കുട്ടി പരിപാടിക്കൊന്നും പോകാൻ പാടില്ല. വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ വിഷയങ്ങളുണ്ട്, കുറച്ച് മുൻകൂട്ടി ചിന്തിക്കുക അല്ലെങ്കിൽ മുൻകൂട്ടി കാണുക. ഇത് കുറച്ച് സീനാവും, എന്നാൽ പിന്നെ ഇപ്പം വേണ്ട എന്നുള്ള രീതിക്ക് ഒരു മെച്ചുവറായിട്ടുള്ള തീരുമാനം എടുക്കാനെങ്കിലും ചിന്തിക്കുക. ഇതൊന്നുമില്ല. ഇത് എന്താ കുടുംബക്കാർക്കും കൂട്ടക്കാർക്കും സൊസൈറ്റിക്കും വേണ്ടിയിട്ട് പ്രഷർ താങ്ങാൻ പറ്റാതെ അങ്ങനെ കുട്ടി ഉണ്ടാക്കുന്നവർ വരെ ഉണ്ട്. എന്നിട്ട് തല്ലിപ്പിരിഞ്ഞ് പോകുമ്പോൾ കുട്ടിയാൾക്ക് പ്രശ്നം. ഇത് സൊസൈറ്റി എങ്ങനെ പോയാലും മാറാനും പോണില്ല, പഠിക്കാനും പോണില്ല. ജോലി
കെട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവള് അങ്ങനെ ഒരു ചെലവിനെന്നുള്ള ഒരിതിലോട്ട് ഒരു കേസ് കൊടുക്കാനും അപ്പം അച്ഛനും ഉണ്ടല്ലോ, പിന്നെ അവളും വിചാരിച്ച് ഇനി തരുന്നെങ്കിൽ തരട്ടെന്നും പറഞ്ഞുകൊണ്ടല്ലോ അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് ഈ വീട് വെച്ച്, ഇപ്പം മോള് വീട് വെച്ച് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. വീട് വെച്ചതിന് ശേഷം അപ്പം ഈ മോൾ ഇവിടെ വന്ന് നിന്നതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റവന് അത് മനസ്സിലാക്കി കാണും, നമ്മളിവിടെ അല്ലേ, അപ്പം അത് പോയതായിരിക്കുമെന്നും പറഞ്ഞ് പിന്നെയും കൊച്ചിനെ ടോർച്ചർ ചെയ്യാം. വേറെയുള്ള ദുശീലങ്ങളൊന്നും മരുമോനില്ല, നമ്മളില്ലാത്തത് പറയരുതല്ല. ഒരു സ്വർണമോ ഒന്നും എടുത്ത് അവൻ ഉപയോഗിച്ചൊന്നും കുഞ്ഞിൻ്റെ ഒന്നും നശിപ്പിച്ചു. പക്ഷെ ഈ 2 കാര്യം അവരെ സംരക്ഷിക്കാൻ അവനും വയ്യ. പിന്നെ ഒരു വിവാഹം കഴിച്ചെന്നുള്ള ഒരിതേ ഉള്ളൂ. അപ്പോഴും അവൾ അച്ഛനുള്ളപ്പോൾ അതിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ ലാസ്റ്റ് ഈ വീട് വെച്ചതിന് ശേഷം ചേട്ടത്തിമാർ തന്നെ പറഞ്ഞ് ലോണും കാര്യങ്ങളും ഒക്കെ വീടിനെല്ലാം കടവും ചെലവും എല്ലാം ഉണ്ട്, പണയും ഉണ്ടല്ലോ സ്വാഭാവികം. അപ്പം അത് വന്നപ്പോൾ ഈ 3-4 മാസത്തിന് മുമ്പ് എൻ്റെ 2 പെൺമക്കളും അപ്പോഴും ഞാൻ പറയത്തില്ല എന്ന് വെച്ചാൽ അവൾക്കുള്ള ഇതിൽ കൂടെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ ലോൺ അപ്പം അവൾക്ക് തന്നെ തോന്നി ഇത് വന്നപ്പോഴത്തേക്ക് ഇനി എല്ലാം കൂടെ എന്നെ കൊണ്ടൊക്കത്തില്ല, മോനെ പഠിപ്പിക്കുകയോ എല്ലാം കൂടെ അല്ലേ. അപ്പോൾ അവൾക്ക് വേണ്ട എന്നുള്ളത് ഓൾറെഡി പറഞ്ഞ് എനിക്ക് ജോലിയുണ്ട്, അപ്പോൾ അവരുടെ കുഞ്ഞിന് വേണമെന്നുള്ള അത് ഓക്കെ ആക്കി, വക്കീലിനെ എല്ലാം കണ്ടത് ഓക്കെ ആക്കി. പിന്നെ 7000 രൂപ മാസം 7000 രൂപ വെച്ച് ലാസ്റ്റ് 25-ാം തീയതി കൊടുക്കണം. ഒരു 2-3 മാസം കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ ഈ 3 മാസം കൊണ്ട് അതുമില്ല. ഇവർ പിന്നെയും വിളിയും പറച്ചിലും കാണും, 2 പേരുടെ കയ്യിലും ഉണ്ട്. അപ്പം നമ്മൾ ഒരാളെ തന്നെ നമ്മൾ പറയാം അവൻ്റെ കൈ കൂടുതലും തെറ്റിയെന്ന് വെച്ചാൽ അവൻ ഒരു കൊച്ചു കൊണ്ട് ഒരു ഭർത്താവ് നിലവിലുണ്ട്, ഇപ്പോഴും ഭർത്താവ് നിലവിലുണ്ട്, ഒഴിഞ്ഞിട്ടില്ലല്ലോ. മരിച്ചപ്പോഴും അവൻ്റെ ഭാര്യയായിട്ടല്ലേ മരണപ്പെട്ടത് എൻ്റെ കുഞ്ഞ്. അങ്ങനെ ഈ 3-4 മാസത്തിന് മുമ്പ് ചേട്ടത്തി മോളെടുത്ത് പറഞ്ഞ് എനിക്ക് അവൻ പറഞ്ഞു ഇതുപോലെ മതം മാറിയിട്ട് ഞങ്ങളുടെ ജാതിയല്ല വിവാഹം കഴിക്കാം. അപ്പം കൊച്ചു പറഞ്ഞ് എനിക്ക് അതിനകത്ത് താല്പര്യമില്ല, എനിക്ക് അങ്ങനെയുള്ള ഇതിൽ എനിക്ക് താല്പര്യമില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കി എനിക്ക് ജീവിക്കണമെന്ന് എൻ്റെ ഭർത്താവ് എനിക്ക് തന്നില്ലേലും ഞാൻ അവിടെ എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും കടം തീർത്തോ എൻ്റെ മോൻ അങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഈ മെനഞ്ഞാന്ന് വല്ല മരിക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് വരെ. അതിനുശേഷം ഇവൻ പിന്നെ ഈ വീട് വെച്ചതിന് ശേഷം ഭയങ്കര ഇതായി. ഇപ്പം ഇയാൾക്ക് ഇങ്ങോട്ട് കൂടി കുഞ്ഞിനെ കൂടുതൽ ഇതാക്കി ഇനി അടുക്കുമ്പോൾ എന്ന് വെച്ചാൽ മോടെ പേർക്ക് വീട് സ്ഥലവും എല്ലാം അത് മൈൻഡി വന്നതിന് ശേഷമാണ് ഭയങ്കര ടോർച്ചിങ് ആയത്. വീട്ടിലും സ്വത്തിലും ഒരു നോട്ടം ഉണ്ടായിരുന്നു. ഈ വീടിലും സ്വത്തിലും നോട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡൗട്ട്ഫുള്ളാണത്. കാരണം ഒരു 2-3 വർഷം കൊണ്ട് മുത്തൂരിൽ മാത്രം ജോലിയുള്ള ഒരു ലേഡിക്ക് വീട് വാങ്ങി സ്ഥലം വാങ്ങി വീട് വെച്ച് ഇവൻ ലോൺ ആണെങ്കിൽ പോലും അത് ഇനഫ് ആവും തോന്നുന്നില്ല. അതെന്തോ വേറെ സീനാണ് തോന്നുന്നു. അത് പോട്ടെ. പിന്നെ ഇവർ വന്നിരുന്നിട്ട് ഇവരെ മരുവൻ ഭയങ്കര പാവമാണ്, അവൻ എന്തെങ്കിലും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ് ഭാര്യേനെയും കുട്ടീനെയും നോക്കാത്തത് തന്നെയല്ലേ ഏറ്റവും വലിയ ചെയ്ത്. അതിലിപ്പോൾ എന്താ സ്വർണം എടുത്തില്ല അല്ലെങ്കിൽ ബാക്കി ചെയ്തില്ല അവൻ പാവാണ്, എന്ത് പാവം? അവിടെ അതൊന്നുമല്ല. അങ്ങനെ വന്നിപ്പം ഇങ്ങനെ സംഭവിച്ചു ഇനി അതുകൊണ്ട് മരുവനെ ന്യായീകരിക്കാം? നോ. ഇതിലെല്ലാവരും ഈവൻ ഈ ഉമ്മയാണെങ്കിൽ പോലും അൺഫോർച്ചുനേറ്റ് ആണ്, ബട്ട് ഐ ഹാവ് ടു സേ ദിസ്, ഉമ്മ അടക്കം എല്ലാവർക്കും ഇതിനൊരു പങ്കുണ്ട്. ഓക്കെ, ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആർക്കും ഒഴിഞ്ഞു മാറി പോകാൻ പറ്റുമൊന്നുമില്ല ഈ കേസിനകത്ത്. ശരിക്കും ആ കുട്ടിയോടാണ് നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കുട്ടി അവിടെ ഉണ്ടെന്നുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ആദ്യം ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഉണ്ടായിട്ടില്ല അവിടെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർക്ക് 3 പെൺകുട്ടികളാണ്. മൂത്ത 2 പെൺകുട്ടികൾക്ക് അവർ കല്യാണം കഴിച്ചപ്പോൾ അവിടെ അളിയന്മാരില്ലേ 2 ആൾക്കാർ. അവിടെ ചോദിക്കാനും പറയാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ആളില്ലാത്ത അവസ്ഥയൊന്നുമില്ല. ഓക്കെ, ഉപ്പ മരിച്ചു, ബട്ട് സ്റ്റിൽ ദെയർ ആർ പീപ്പിൾ അറൗണ്ട്. ഈ പറഞ്ഞ പോലെ കേസ് കൊടുക്കാനാണെങ്കിലും ഇപ്പോൾ ജീവനാംശം വേണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് മാത്രം 7000 രൂപ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ പറയുക, ഇത് റൈറ്റ് ടൈമിൽ ഇടപെടേണ്ട കാര്യങ്ങളിൽ ചിലതിലൊക്കെ ഇടപെടണം. അതും കൃത്യമായ ഇടപെടലുകൾ നടത്തണം. അല്ലാതെ ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ വന്നിരുന്നിട്ട് ഇപ്പോൾ ഇവരെന്നെ വായെന്ന് വന്നിട്ടുണ്ട് എന്ത് 2 പേരും തെറ്റുകാരാണ്, 2 പേരുടെ ഭാഗത്തും പക്ഷേ അവൻ്റെ ഭാഗത്ത് കുറച്ച് കൂടുതൽ വിഷയം സംഭവിച്ചു. അതെങ്ങനെ കുറച്ച് കൂടുതൽ വിഷയം അല്ലെങ്കിൽ കുറഞ്ഞ വിഷയം എന്ന് പറയാൻ പറ്റൂ? അങ്ങനെ കൂടുതൽ കുറവൊന്നുമില്ല ഇതിനകത്ത് 2 പേരും ഒരുപോലെ എന്താണ് അവർ ഓപ്റ്റ് ചെയ്ത ജീവിതമായിരിക്കാം. ഓക്കെ, ഈ ഉമ്മ പറയുന്നത് തന്നെ വളരെ എവിഡൻ്റ് ആയിട്ട് മനസ്സിലാണ്ട് ഈ 2 വ്യക്തികൾ
മരിച്ച ഈ ഷഹനയും ഈ അരുൺകുമാറും രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് വന്ന ഒരു ബന്ധമാണ്, ആ ബന്ധത്തിലേക്ക് പോയതുമായിരിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഇവരുടെ ഇടയിൽ എന്ത് പ്രൊവോക്കേഷൻ്റെ മുകളിലാണ് ഈ ലേഡി ഇത് ചെയ്തത് എന്നുള്ളത് മാത്രമാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വീടും സ്വത്തും ഒക്കെ ചോദിച്ചു എന്നുള്ളൊരു സാധനവും പിന്നെ മതം മാറ്റത്തിൻ്റെ ഒരു എലമെൻറ്റും മതം മേ ബി ഉണ്ടാവും കൂടെ, പറയാൻ പറ്റില്ല. കാരണം കല്യാണം കഴിക്കണമെങ്കിൽ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഈ മതം, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു കുട്ടീനെ ഇതേപോലെ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് പോകുന്നത്. അതിൻ്റെ ബാക്കിലും ഇങ്ങനെയൊക്കെ തന്നെയാവും. അതായത് ഓക്കെ, വീട്ടിൽ നിന്നുള്ള പ്രഷർ എൻ്റെ വീട്ടിൽ കയറ്റണമെങ്കിൽ മതം മാറ്റിയിട്ടേ കയറ്റാൻ പറ്റും. അത് അങ്ങനെ ഒരു സൈഡ് കൂടി ചിലപ്പോൾ അതിനകത്ത് കാണും. ഇല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാനായിരിക്കും, ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്നുള്ള രീതിക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മതം മാറിയാലേ കല്യാണം കഴിക്കും. അങ്ങനത്തെ സ്കീമുകൾ ഇടുന്നവരുണ്ട്, അതാണെങ്കിലും പെണ്ണാണെങ്കിലും ചില സാഹചര്യത്തിൽ. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് വ്യക്തികൾ സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന, ഒരു ലേഡി ഹസ്ബൻഡിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി നിൽക്കുന്നു, അവരൊരു ലൈഫ് അവർ ഓപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അത് അവർ നോക്കണ സമയത്ത് അവർക്ക് ഓക്കെ ആണെങ്കിൽ പോലും പുറത്ത് ഈ പറഞ്ഞ രീതിയിൽ ബാക്കി കൂട്ടക്കാരും കുടുംബക്കാരും ഫാമിലിയും ഒക്കെ എന്ത് ചെയ്യണം എന്നറിയോ, അറിയാൻ പറ്റിയാൽ അറിയാൻ നോക്കുക, ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, ഒരാൾ പോയതിന് ശേഷം എനിക്കറിയായിരുന്നു അതങ്ങനെ സംഭവിക്കുക, അങ്ങനെയല്ല. ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങൾ, സ്വന്തം മക്കളെ കാര്യമില്ല. ഇപ്പോൾ നാട്ടുകാർക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിഞ്ഞിട്ട് ഇടപെടാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി. നാട്ടുകാരെങ്ങനെ വന്ന് ഇടപെടും, പറ്റില്ലല്ലോ. പക്ഷെ വീട്ടുകാർക്ക്, റിലേറ്റീവ്സിന്, സ്വന്തം ബന്ധക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ ഒരു പരിധി വരെ അതിന് ഒരു തീരുമാനമാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ ആരും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ വള്ളി പിടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവരവരുടെ ജീവിതം ഓപ്റ്റ് ചെയ്തതല്ലേ, ഓളോളം ഇഷ്ടത്തിന് ജീവിക്കുന്നതല്ലേ, ഓൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നതല്ലേ, നമ്മൾ ഇനി ഇടപെടാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ തലേക്കാവൂ എന്നുള്ളതൊക്കെ ചിന്തിച്ച് ചിലപ്പോൾ ഉണ്ടായിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് എനിക്ക് ഈ മതപരമായിട്ട് ഈ സാധനങ്ങൾ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ എടുക്കാനോ താല്പര്യമില്ല. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അരുൺകുമാറിൻ്റെ പകരം ഇവിടെ ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ളൊരു വ്യക്തി, അപ്പുറത്തെ സൈഡിൽ ഒരു ഹിന്ദു പെൺകുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ലവ് ജിഹാദാക്കി മാറ്റാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഇത് നേരെ ഉൾട്ടയായതുകൊണ്ട് ഇതിനെക്കുറിച്ച് ലവ് ജിഹാദിൻ്റെ ചർച്ചകളില്ല, വേറെ ചർച്ചകളില്ല. ഇതിപ്പോൾ ഈ ഒരു ഉമ്മ വന്ന് പറയുകയാണ്, ഒരു മുസ്ലിം ലേഡി, ഒരു മുസ്ലിം പെൺകുട്ടി മരിച്ച അതിൻ്റെ ഉമ്മ വന്ന് പറയുകയാണ് മതം മാറ്റത്തിന് വേണ്ടി അയാൾ പ്രേരിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതിലാരും ഈ പറഞ്ഞ ചർച്ചകളോ അല്ലെങ്കിൽ ഈ ഭീകരത കൊണ്ടുവരുന്നോ ഇല്ല. പക്ഷേ ഇത് നേരെ ഉൾട്ടയാണെങ്കിൽ ലവ് ജിഹാദ് ഈ സാധനം ഇവിടെ എടുത്ത് അടിച്ചളക്കാൻ ആൾക്കാരുണ്ട്, മനസ്സിലായില്ല? അപ്പം അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് പ്രൊപ്പഗണ്ട എന്ന് പറയുന്ന സാധനമുണ്ട് ഇവിടെ, മനസ്സിലായില്ലേ? ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിച്ച് റിലീജിയസ്ലി അത് കൊണ്ടുപോയി ഒരു പ്രൊപ്പഗണ്ടയാക്കി, അതൊരു മീഡിയ ചർച്ചയാക്കി വഴി തിരിച്ച് വിട്ട് ആ കേസിൻ്റെ മെറിറ്റേ കൊണ്ടുപോയി കളയും. അങ്ങനത്തെ സാധനങ്ങൾ നടക്കുന്നിടത്താണ് ഈ ലവ് ജിഹാദ് പോലുള്ള സാധനങ്ങൾ വെറും പൊളിറ്റിക്കൽ ടൂളായിട്ടാണ് ഇവിടെ പല റിലീജിയൻ ബിസിനസ്സാക്കിയവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്.